കുടിക്കണം, കുടിച്ചിട്ടോ കുഞ്ഞാ. പറ്റില്ല കേട്ടോ. ഇനി വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് കയറിപ്പോയി. അമ്മ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽപ്പുണ്ട്. പകുതി വരവാ എന്ന് പറഞ്ഞ് ലാസ്റ്റ് വീടിൻ്റെ അടുത്ത് വരെ അമ്മ കുഞ്ഞിനെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ധൈര്യം കുറച്ച് കൂടുതലാണ്, പ്രത്യേകിച്ച് പട്ടിയുടെ കാര്യത്തിൽ. പട്ടികളെ എനിക്കും കുഞ്ഞൂനും ഭയങ്കര പേടിയാണ്. പട്ടീനെ പേടിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. അത് വലിയൊരു ട്രോമയായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതുകൊണ്ട് പട്ടിയുടെ കണ്ണി നോക്കില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പട്ടിയുടെ കണ്ണി നോക്കരുത്. നമ്മൾ രണ്ടുപേരും, അതായത് പട്ടിയും ഞാനും തമ്മിലോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായാൽ പട്ടി വിചാരിക്കും ഞാൻ പട്ടീനെ ഡിഫെൻഡ് ചെയ്യുമെന്ന്. അപ്പോൾ പട്ടി നമ്മൾ ഓടിക്കും. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടായിട്ട് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞു വീട്ടിലോട്ട് കയറി പോവുകയാണ്. അതായത് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ വീട്, ഞാനിപ്പോൾ താമസിക്കുന്ന വീടും എൻ്റെ സ്വന്തം വീടുമായിട്ട് വലിയ വ്യത്യാസമില്ല. ഒരു കയറ്റത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പണിയൊക്കെ തീർത്ത് ഞാൻ പിന്നെ കുരിശ് വരയ്ക്കാൻ വേണ്ടിയിരുന്നു. കുരിശ് വരയ്ക്കാൻ ഇപ്പോൾ കുഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കുരിശ് വരയ്ക്കുകയാണ്. എൻ്റെ ചുണ്ടനങ്ങുന്നത് ഞാൻ 2x ഒന്നും ഇട്ടേക്കണമല്ല, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പടപടേന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനയും മറുപടി എല്ലാം ഞാൻ തന്നെയാണല്ലോ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് അത്രയും 2x ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മുട്ടയെ കൊത്ത് കുരിശ് വരയ്ക്കുന്നതേ ഒരു കാര്യമുണ്ട്. എൻ്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടേ, മരിച്ചു കഴിഞ്ഞ് നമ്മൾ പരലോകത്ത് ചെല്ലുമ്പം അവിടെ 2 വാതിലുണ്ടാവും. ഒന്ന് നരകത്തിൻ്റെയും ഒന്ന് സ്വർഗത്തിൻ്റെയും. സ്വർഗത്തിൻ്റെ വാതിൽക്കൽ പത്രോസ്ലീഹായി നിൽക്കും, നരകത്തിൻ്റെ വാതിൽക്കൽ നമ്മുടെ സാത്താൻ നിൽക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ പത്രോസ്ലീഹയാണെങ്കിൽ നമ്മുടെ ഉടുപ്പ് ഇങ്ങനെ പൊക്കി നോക്കും. അപ്പം നമ്മുടെ മുട്ടയെ തഴമ്പുള്ളവരെ മാത്രം ആ വാതിൽ കൂടെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. തഴമ്പില്ലാത്തവരെയൊക്കെ നേരെ സാത്താൻ്റെ കൂടെ പൊക്കോ എന്നും പറഞ്ഞു വിടും. അപ്പോൾ കുറേ ആൾക്കാർ കരഞ്ഞു, അയ്യോ എന്നെ വിടലേ എന്നൊക്കെ അപ്പം പറയും. പക്ഷേ ഇതൊക്കെ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ മുട്ടയെ കൊത്തി നിന്ന് കുരിശ് വരയ്ക്കാത്തതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് അമ്മച്ചി ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് തൊട്ട് മിക്കവാറും മുട്ടയെ കൊത്തി തന്നെ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പായലൊക്കെ മുട്ട കൊത്തി നിൽക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കൊതുമ്പോൾ വല്ലാത്ത വേദനയാണ്. കുരിശുവരയൊക്കെ കഴിഞ്ഞ് ടോം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ കയറി പോവാം. കുഞ്ഞുനെ വിളിക്കണം, അവളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിൽ നല്ല കപ്പപ്പുഴുക്കും നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലോട്ട് കയറി പോവാം. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പപ്പച്ചി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഹായ് ഡാഡി. ചെന്നപ്പോൾ തന്നെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചുകൊണ്ട് പപ്പച്ചി ഇരുന്ന് ചിരിക്കുമായിരുന്നു. അവർ അമ്മയും പപ്പയും എല്ലാവരും TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ നല്ല ഉറക്കത്തിലെ ആൾ. ഇടയ്ക്കൊന്ന് കണ്ണ് ചിമ്മി നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ആൾ നല്ല ഉറക്കത്തിൽ എപ്പോഴും. നേരത്തെ ഇന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാത്തതുകൊണ്ട് നേരത്തെ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ കുഞ്ഞു നല്ല ഉറക്കത്തിലായിരുന്നു. ചോറും മീൻകറിയും കഴിക്കുകയാണ്. എനിക്ക് ഈ രാത്രി ചോറുണ്ടല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ പപ്പയും ഇപ്പം എല്ലാവരും കപ്പപ്പുഴുക്കും മീൻകറിയും കഴിച്ചു. ഞാനവിടെ ഇരുന്നിട്ട് ചോറാണ് ഉണ്ടത്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. പപ്പച്ചയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെയൊക്കെ വീഡിയോ എടുത്തു, എൻ്റെ എടുക്കണ്ടെന്നൊക്കെ പറയണിരുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല പുളിയൊക്കെ പിടിച്ച് നല്ലൊരു മീൻകറിയായിരുന്നു. ചാളക്കറി, ചാള അല്ലെങ്കിൽ മത്തി, അങ്ങനെയാണ് എനിക്ക് പറയണേ അല്ലേ. എല്ലായിടത്തും പല പല പേരായതുകൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവുമായിരിക്കും. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി എരിവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.